യക്ഷഗാനം കാസർഗോഡും കർണാടകയിലും മാത്രം കണ്ടുവന്നിരുന്ന കലാരൂപം. പാട്ടിനും നൃത്തത്തിനുമൊപ്പം സംഭാഷണവും. ഭീമൻ കിരീടമേന്തി പൊന്നിറമുള്ള അരപ്പട്ടയും ആഭരണങ്ങളും അണിഞ്ഞ് കലാകാരികൾ പല നാട് ചുറ്റി ഇന്ന് കലോത്സവ വേദി കീഴടക്കുന്നു യക്ഷഗാനം. ഇതിൻ്റെ ആശാന്മാർ മലയാളികളായാലും കന്നഡത്തിലാണ് ഏറ്റവും അറിയപ്പെടുന്നത്. ഇത് കന്നഡത്തിൽ തെങ്കുതിട്ട് യക്ഷഗാനം എന്നാണ് പറയുന്നത്, തെക്ക് ഭാഗത്തെ യക്ഷഗാനം. അപ്പം ഇതിൻ്റെ ആശാന്മാരുകളെല്ലാവരും മലയാളികളാണ്. അപ്പോൾ ഇതിൻ്റെ ആശാൻ എന്നറിയപ്പെടുന്ന കാസർഗോഡ് ജില്ലയിലെ കുമ്പള എന്ന പ്രദേശത്തെ പാർത്തി സുബ്ബനാണ് ഈ യക്ഷഗാനത്തിൻ്റെ പിതാമഹൻ. ഇതിൽ സംഗീതമുണ്ട്, നാട്യമുണ്ട്, നൃത്യമുണ്ട്, വേഷമുണ്ട്, അഭിനയമുണ്ട്, എല്ലാമുണ്ട്. ഒരു കലയാണ് യക്ഷഗാനം. മെയിൻ ഡയറക്ടർ എന്ന് പറയുന്നത് ഭാഗവതറാണ്. ആ ഭാഗവതർ എന്താണോ ഡയറക്ഷൻ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡായിട്ടാണ് ചെണ്ട ആയാലും മദ്ദള ആയാലും അതിനനുസരിച്ചിട്ട് കളിക്കുന്നത്. യക്ഷഗാനം കാസർഗോഡുകാർ എന്ന് പറഞ്ഞാൽ യക്ഷഗാനം കണ്ടു വളർന്നവരാണ്. ഇവർക്ക് യക്ഷഗാനം എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയില്ല. ഇവർ യക്ഷഗാനം എന്ന് പറഞ്ഞാൽ ഗാനം, യക്ഷഗാനം എന്ന് പറഞ്ഞിട്ടാണ് ഇവർക്ക് പഠിക്കാൻ വരുന്നത്. അതിന് ശേഷമാണ് ഇവർക്ക് ഇതിന് കിരീടമുണ്ട്, ഇതിന് ഇത്ര വേദന സഹിക്കണം എല്ലാം അറിയപ്പെടുന്നത്. കൂടുതൽ വേദന സഹിക്കേണ്ടതും കൂടുതൽ ചിലവുള്ള ഒരു ഇനം എന്ന് പറഞ്ഞാൽ യക്ഷഗാനം.